ബക്കളം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബക്കളം ഒരു അണ്ടർപാസിൻ്റെ അടിയിലൊക്കെ വർക്ക് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. തളിപ്പറമ്പ് കുറ്റിക്കോൽ മുതൽ നമ്മുടെ പരിയാരം ഭാഗത്തേക്കാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇടം വരെ എത്തുന്നോ അറിയില്ല. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറ്റിക്കോൽ പാലം കഴിഞ്ഞ് ബൈപ്പാസ് ആരംഭിക്കുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്ന കുറ്റിക്കോൽ ഭാഗം. ഇതുവഴിയാണ് തളിപ്പറമ്പ് ടൗണിലേക്ക് പോകുന്ന ഭാഗം. അപ്പോൾ ഇവിടെ ഒരു റൗണ്ടപ്പ് ഉണ്ടാവുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്, അന്ന് കിട്ടിയ റിപ്പോർട്ട്. അതിന് ശേഷം എന്താണെന്ന് അറിയില്ല. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവറൊക്കെ നിർമ്മാണം നടക്കേണ്ടതായിരുന്നു, പക്ഷേ അതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റൗണ്ടപ്പായിട്ട് ഉണ്ടാവും. അവിടുന്ന് വരുന്ന വാഹനങ്ങൾ അതേ വഴി പോവും കണ്ണൂർ ഭാഗത്തേക്ക്. പിന്നെ കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തേക്ക് ഇതുവഴി പോകും. പിന്നെ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തളിപ്പറമ്പ് ബൈപ്പാസിലേക്ക് കയറാനുള്ള ഒരു റൗണ്ടപ്പ് ഉണ്ടാവും. അതേപോലെ ഈ ബൈപ്പാസ് വഴി വരുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി കയറാൻ, അതായത് തളിപ്പറമ്പ് ടൗണിലേക്ക് കയറാനുള്ള ഒരു റൗണ്ടപ്പും കൂടി ഇവിടെ സജ്ജീകരിക്കും. ഇവിടെ റൗണ്ടപ്പാണ് ഏറ്റവും ബെറ്റർ ഇവിടെ കണ്ടിട്ട്. അപ്പം സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഡ്രോൺ ഷോട്ടിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്രയും ഒരു എന്താ പറയുക, ഒരു ഇതായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു വലിയ റവന്യൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ റവന്യൂ ഒന്നും കിട്ടുന്നില്ല ഈ യൂട്യൂബിൽ. എന്നാലും നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീഡിയോ ചിത്രീകരിക്കുന്നത്. അപ്പം ഡ്രോൺ ഷൂട്ടിലേക്ക് പോകാം. തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്ന കുറ്റിക്കോൽ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറ്റിക്കോൽ പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞതായിട്ട് കാണാം. പിന്നെ അതിന് അപ്രോച്ച് റോഡാണ് ഇനി നിർമ്മാണം നടക്കേണ്ടത്. ഇവിടെ നിന്നാണ് തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്നത്. നീലേശ്വരം മുതൽ ഈ കുറ്റിക്കോൽ വരെയാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റീച്ച് ഉൾക്കൊള്ളുന്നത്. അപ്പം ഇതിലാണ് തളിപ്പറമ്പ് ബൈപ്പാസ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു MNP കൊടുത്തിട്ടുണ്ട്, ഒരു കൾവേർട്ടും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു റൗണ്ടപ്പ് വരുന്നതാണ് അന്ന് ഇവിടുന്ന് വർക്ക് ലേബേഴ്സ് പറഞ്ഞത്. റൗണ്ടപ്പായിട്ട് വരും അവിടുന്ന്. തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ആരംഭിക്കുന്ന ഭാഗമാണ്. ഇതിൽ ഫുള്ള് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നതാണ്. ഇത് നേരത്തെ ഒരു 2 കൊല്ലമായി തോന്നി ഈ ടാറിങ് പ്രവൃത്തി കഴിഞ്ഞിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇടുന്നത്. ഇവിടെല്ലാം ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം അവിടെ ഒരു അണ്ടർപാസ്സാണ് വരേണ്ടത്. അവിടെ അപ്രോച്ച് അതിൻ്റെ അണ്ടർപാസിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തത് കാരണം ചെറിയ ഡിവൈഡറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നോർമൽ ഡിവൈഡർ, ഹൈറ്റില്ലാത്ത ഡിവൈഡറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സർവീസ് റോഡില്ല. ചില സ്ഥലത്ത് മാത്രമാണ് സർവീസ് റോഡ് ഉള്ളത്. ഇവിടെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ബാക്കിയാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ
നേരത്തെ ഇവർ റീറ്റെയിൻ വാൾ നിർമ്മിക്കാണ്ടാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ നാട്ടുകാർ കുറച്ച് പ്രശ്നമാക്കിയത് തൊട്ട് പിന്നെ ഫുള്ള് കോൺക്രീറ്റ് റീറ്റെയിൻ വാൾ നിർമ്മിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ഭാഗത്ത് കണ്ട കാഴ്ചയാണ്. ഇട്ട മണ്ണൊക്കെ ഉണ്ട്, മഴക്ക് ഒലിച്ച് പോയിട്ടുണ്ട്. വലിയ ഹൈറ്റ് ഇല്ലാണ്ട് ഇവിടെ റീറ്റെയിൻ വാൾ നിർമ്മിച്ചതായിട്ട് കാണാം. അതാ ഇതേണ്ട, വലിയ ഹൈറ്റ് കൊടുത്തിട്ടില്ല റീറ്റെയിൻ വാളിന്. അതുകൊണ്ട് തന്നെ ഫുള്ള് മണ്ണ് ഒലിച്ച് പോയിട്ടുണ്ട് ഈ ഭാഗത്ത്. അതൊക്കെ മണ്ണ് ഒലിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നീട് ജിയോ ഷീറ്റൊക്കെ വിരിക്കേണ്ടതുണ്ട് ഇവിടെ, അതെങ്കിലേ മണ്ണ് ഒലിപ്പ് നിൽക്കുകയുള്ളൂ. അതിപ്പോൾ ഞാൻ നടക്കുമ്പോൾ തന്നെ മണ്ണ് താണിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഫുള്ള് താണിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇനിയും റീറ്റെയിൻ വാൾ ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അല്ല, ഇനി എത്ര വർക്കുണ്ട്, ഇനിയും ഒരു ഒന്നൊന്നര വർഷം വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ. ഈ ഭാഗത്ത് നേരത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ്. ഏകദേശം 1.5 വർഷത്തിൽ കൂടുതലായിരിക്കും ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട്. പിന്നെ ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഡിവൈഡറൊക്കെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞതാണ്. 8-10 ഇഞ്ചിൽ ഉള്ള ഡിവൈഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നോർമലായിട്ട് ഉള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നേരത്തെ ഒരു വളരെ വലിയ സമരം നടന്നത്, വയൽക്കിളി സമരം. ഈ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ഈ ഭാഗത്താണ് അന്ന് സമരം നടന്നത്. കാരണം കണ്ടത്തിലൂടെ റോഡ് കൊണ്ടുപോകുമ്പോൾ വെള്ളം ഒക്കെ ഭീഷണി ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ്. ഈ അണ്ടർ പാസിലേക്കുള്ള റോഡ് മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വർക്കുകൾ കുറേ കൂടി നടക്കാൻ ബാക്കിയുള്ളത്. അടുത്തടുത്ത അണ്ടർ പാസ്, കുറേ കൾവെട്ട്, പിന്നെ അതെല്ലാം ഫുള്ള് നേരത്തെ കൊടുത്ത കൾവെട്ടൊക്കെ എടുത്ത് വീണ്ടും പുതിയ കൾവെട്ട് നിർമ്മിച്ചതാണ്. നേരത്തെ താൽക്കാലികമായിട്ട് കൊടുത്ത കൾവെട്ടായിരുന്നു. ആ കൾവെട്ടൊക്കെ മുഴുവനും എടുത്ത് വീണ്ടും കൾവെട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് റീറ്റെയിൻ വാള് ഇട്ട് മണ്ണ് പൊക്കി വരേണ്ട വർക്ക് നടക്കാനുണ്ട്. ഫുള്ള് മഴ കാരണം എനിക്ക് തോന്നുന്നു നിർത്തി വെച്ചത്. ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് കാണാം നിങ്ങൾക്ക്. നേരത്തെ ഉണ്ടായിരുന്ന കൾവെട്ടാണ്, അത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർ പാസ്, അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. ഫുള്ള് വർക്ക് ഈ ഭാഗത്തൊക്കെ പെൻഡിങ്ങിലാണെന്നുള്ളത്. ഇപ്പോൾ നിലവിൽ റീറ്റെയിൻ വാൾ നിർമ്മിച്ച് കഴിഞ്ഞ ഭാഗത്ത് കാണാം, റീറ്റെയിൻ വാൾ നിർമ്മിച്ച കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് JCB മെറ്റലൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. മഴ കാരണം ഫുള്ള് ഈ ഉയർത്തിയ മണ്ണൊക്കെ മഴക്ക് ഒലിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ വർക്കുകൾ ചെറിയ തോതിൽ, വലിയ സ്പീഡിൽ ഒന്നും പറയാനൊന്നും കഴിയില്ല, ചെറിയ തോതിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, തളിപ്പറമ്പ് ബൈപ്പാസിൽപ്പെട്ട ഏറ്റവും നീളം കൂടിയ വയഡക്റ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗമാണ് ഈ ബൈപ്പാസ് ടച്ച് ചെയ്യുന്ന ഈ ഭാഗം. അന്ന് മണ്ണിടിച്ചിലുണ്ടായതാണ്. ഫുള്ള് ഇവർ അത്രയും താഴ്ത്തിയിട്ടാണ് ഇവർ ഈ മണ്ണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഫുള്ള് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതാടെയാണ് ഒരു ഓവർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്നുള്ളത്. അവിടെയും ഫുള്ള് മണ്ണിടിഞ്ഞതാണ്.
കാണാം ഭാഗത്ത്. അതാ ഇപ്പോൾ അവിടെ പിയറിൻ്റെ നിർമ്മാണം നടന്നതാണ്, നേരത്തെ നടന്നതാണ്. ഇപ്പുറം മണ്ണിടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആടെ നിന്നുള്ള ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഈ ഭാഗത്ത് ഫുള്ള് മണ്ണ് ലെവൽ ചെയ്യുന്നത് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ആ മണ്ണ് ലെവൽ ചെയ്ത ഭാഗത്ത് കാണാം. ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് GSP മെറ്റൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം നമുക്ക്. ഭാഗത്തൊക്കെ ഇപ്പോൾ ചെറിയതായിട്ടുള്ള വർക്ക് നടക്കുന്നതായിട്ട് കാണാം. വലിയ സ്പീഡില്ലാത്ത വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തളിപ്പറമ്പ് ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയ ഒരു വയഡക്റ്റ് ഉള്ള ഒരു ഭാഗമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് കാണിക്കുന്ന് എന്ന ഭാഗത്താണ് ഈ വയഡക്റ്റ് സ്ഥിതി ചെയ്യുന്നുള്ളത്. നിർമ്മാണം ഏകദേശം കഴിഞ്ഞ് അതിന് മുകളിൽ മാസ്റ്റിക് പാടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാറിങ് പ്രവൃത്തികളാണ് നടക്കേണ്ടത്. പക്ഷേ മണ്ണിട്ട് ഉയർത്തി കഴിയാതെ അതിന് മുകളിലേക്ക് ടാറിങ് പ്രവൃത്തികൾ നടക്കുകയില്ല. ഈ ഭാഗത്തൊക്കെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് കുറേ ആയി. മാസങ്ങളോളം ഈ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുപ്പം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ കാരണം ഇവിടെ നല്ല വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം വെള്ളം ഉണങ്ങാത്തൊരു പ്രദേശം കൂടിയാണ്. നല്ല മഡുള്ള പ്രദേശമാണിത്. കാണാം ഇവിടെ നിന്നാണ് വയഡക്റ്റ് ആരംഭിക്കുന്നത്. കാണാം ഇത് വയഡക്റ്റിലേക്ക് മാസ്റ്റിക് പാടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വൈറ്റ് ഇവിടെ കാണാം. വലതുവശത്ത് കുറച്ച് വെള്ള നിറത്തിലായിട്ട് കാണുന്നത് ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇനിയും. ഈ മാസ്റ്റിക് പാഡ് നല്ല വെയിലുള്ള സമയത്ത് മാത്രമായിരിക്കും ഈ മാസ്റ്റിക് പാഡ് ഒട്ടിക്കൽ പണി നടക്കുക. അതിനുശേഷമാണ് ഈ വയഡക്റ്റിൻ്റെ നിർമ്മാണം നടന്നത്. പക്ഷേ വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ വളരെ നല്ല വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണാം. ഈ ഭാഗത്ത് ഫുള്ള് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളും അതിൻ്റെ പ്രവർത്തികളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഭാഗത്ത് മണ്ണ് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ക്രെയിനിലടുത്ത സാധനം പിയർ സെൻറ്റർ ഭാഗത്ത് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക്. കുപ്പം ഭാഗത്തെയാണ് ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാം ഈ ഭാഗത്തും നല്ല മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇതെന്താ ഫുള്ള് മണ്ണിടിഞ്ഞാണ് ഈ ഭാഗത്ത്. എടുത്ത മണ്ണൊക്കെ ഇടിഞ്ഞ് ആകെ പ്രശ്നമായിട്ടുണ്ട്. ഇവിടെ ഒരു വയഡക്റ്റ് ഉണ്ട്, ചെറിയ വയഡക്റ്റിൽ ഇപ്പോൾ പിയർ
ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട്. നാല് സ്പാനിൻ്റെ വയഡക്റ്റിൻ്റെ നിർമ്മാണമാണ് നടന്നതവിടെ. അതിലേക്കുള്ള ഗർഡറിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. നമ്മൾ കുപ്പം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുപ്പം പാലത്തിൻ്റെ അടുത്തൊരു 2-3 സ്പാൻ്റെ അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട്. കുപ്പം ഈ അണ്ടർ പാസിലേക്ക് ഒരു മാസ്റ്റിക് പാഡ് ഫിറ്റിംഗ് പ്രവർത്തികൾ, സ്റ്റിക്കിങ് ചെയ്ത പ്രവർത്തികൾ നടന്നതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുപ്പം പാലത്തിൻ്റെ പ്രവർത്തികളോടെ എത്തി നോക്കാം നമുക്ക്. കുപ്പം പാലത്തിൻ്റെ 3 സ്പാൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 സ്പാനിലേക്കുള്ള ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഒരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. വയഡക്റ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മണ്ണ് ലെവൽ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് കാരണം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ചുടല ഭാഗം, നമ്മളെ കുപ്പം പാലം കഴിഞ്ഞുള്ള ഈ ഭാഗത്താണ് അന്ന് മണ്ണിടിച്ചിലുണ്ടായി. ഈ ഇടിഞ്ഞ മണ്ണെല്ലാം ഫുള്ള് മണ്ണൊലിച്ച് പോയിട്ട് താഴേക്ക് കുറേ വീടിലേക്ക് ഈ ചെളിയും വെള്ളം കയറിയിട്ട് വളരെ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ ഉണ്ടായ റോഡ് ആ ഭാഗത്താണ്, നേരത്തെ ഉണ്ടായ റോഡ്. ഇപ്പോൾ ഇതുവഴിയാണ് നിലവിലുള്ള പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. കുപ്പം ജംഗ്ഷനിൽ ഒരു ബോക്സ് ടൈപ്പ് അണ്ടർ പാസ്സാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു സിംഗിൾ ഗർഡറിൻ്റെ ഒരു സിംഗിൾ സ്പാൻ്റെ ഒരു അണ്ടർ പാസ് കൊടുക്കണമായിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചുരം പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. വയഡക്റ്റിൽ 2 സ്പാനിലേക്ക് മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 സ്പാനും കൂടി ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാനുണ്ട്. പിന്നെ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് കാരണം മണ്ണിടിച്ചിൽ നല്ല കൂടുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിരവധി വീടുകളിലേക്കാണ് ഇവിടുന്ന് മണ്ണ് ഒലിച്ച് പോയിട്ട് നിരവധി വീടുകളിലേക്കാണ് ഇത് വെള്ളം കയറിയത്. അതേപോലെ ഉണ്ട് ഈ ഭാഗത്തും ഇവിടുന്ന് അങ്ങനെ മണ്ണിടിഞ്ഞ് ഈ ഭാഗത്തെല്ലാം വേണ്ട ഫുള്ളിപ്പം മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്യേണ്ട പ്രവൃത്തികൾ നടക്കുന്നില്ല. ഈ വയഡക്റ്റിലേക്ക് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. വളരെ കുറച്ച് പ്രയാസപ്പെട്ട വർക്കാണത് ഈ ഭാഗത്ത് നടക്കേണ്ടത്. കേട്ടോ, നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണിത്. ഈ കയറ്റത്തിലുണ്ട് ഒരു വലിയ ട്രെയിലർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടുന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായത് അങ്ങനെ മണ്ണ് ഒലിച്ച് പോയി നടക്കണം. എല്ലാ വീടുകളിലേക്കാണ്
കയറി അങ്ങനെ ചെളിയും മണ്ണോ അങ്ങനെ കയറിയതാണ്. കുപ്പം ഭാഗത്തേക്കാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുപ്പം ഭാഗത്ത് ഒരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കുപ്പം ജംഗ്ഷന്. അടുത്ത വയഡക്റ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഉള്ള ഗർഡർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കുപ്പം ജംഗ്ഷന്. സോറി, കുപ്പമല്ല, ചുടല ജംഗ്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ചുടല ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചുടല ജംഗ്ഷനിൽ ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഏകദേശം 6ഓളം സ്പാനിൻ്റെ വയഡക്റ്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ അപകടം പിടിച്ചൊരു വളവാണിത്. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഈ നാഷണൽ ഹൈവേ, പഴയ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നത്. ആ വളവ് ഫുൾ നിവർത്തിയിട്ടാണ് ഇപ്പോൾ ചുടല ജംഗ്ഷനിൽ ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, അവിടം വരെയാണ് വയഡക്റ്റ് ഉള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.